തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് VHSSൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. +1, +2 വിദ്യാർത്ഥികൾ ആണ് ഏറ്റുമുട്ടിയത്. 3 പേർക്ക് പരിക്കുണ്ട്. റാഗിങ്ങിന് രക്ഷിതാക്കൾ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, ഈ റാഗിംഗ് പരാതി എന്ന് പറയുമ്പോൾ ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്ന പരാതിയാണോ നിൽക്കുന്നത്? ഇതിപ്പോൾ ഏറ്റുമുട്ടലിലേക്ക് സാഹചര്യം എത്തുന്നു എന്നാണല്ലോ റിപ്പോർട്ടിലുള്ളത്. അഭിലാഷ്, തീർച്ചയായും ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 മണിയോടെയായിരുന്നു സംഭവം. ഇന്നലെയാണ് VHSC +1 വിദ്യാർത്ഥികൾക്ക് ആദ്യമായി ക്ലാസ് തുടങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവർ ഭക്ഷണം കഴിച്ച ശേഷം ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾ എത്തുകയും റാഗിംഗ് എന്ന രീതിയിൽ തന്നെ ഇവരോട് പേര് ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പേര് പറഞ്ഞ സമയം ശബ്ദം കുറഞ്ഞുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ തള്ളി മാറ്റുന്ന രീതിയിലുള്ള സംഭവമുണ്ടായി. ഇതാണ് സംഘർഷത്തിലേക്ക് എത്തുന്നതും വളരെ ക്രൂരമായ ഒരു മർദ്ദനം തന്നെ നടന്നു എന്ന് പറയാം. അധ്യാപകർ കൂടി ആ സ്കൂളിൽ ഈ സംഘർഷം നടക്കുന്ന ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 10ഓളം വരുന്ന സീനിയർ +2 വിദ്യാർത്ഥികളാണ് +1 എത്തിയ പുതിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. അതിൽ അമീൻ, അമീർ, മുനീർ എന്നീ 3 വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് കണ്ണിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ശരീരത്തിലും മാരകമായി ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പറയുന്നു. ഇവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരുടെ രക്ഷകർത്താക്കളാണ് നഗരൂർ പോലീസിൽ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്ന രീതിയിൽ തന്നെ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഇന്നലെ തന്നെ ഈ 7 വിദ്യാർത്ഥികളെ, സീനിയർ വിദ്യാർത്ഥികളായ 7 പേരെ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസും സ്കൂൾ അധികൃതരും PTA ഉൾപ്പെടെയുള്ളവരും യോഗം ചേരുകയും തുടർ നടപടികൾ ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസം തന്നെ ഈ വിദ്യാർത്ഥികളെ ഏത് രീതിയിലുള്ള നടപടിയാണ് ഉണ്ടാകുക എന്നുള്ളത് അറിയാൻ സാധിക്കും. എന്തായാലും വളരെ ക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ് നടന്നത്. അതും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. അഭിലാഷ്, ഇപ്പോൾ ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ പഠനത്തെയോ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ? ക്ലാസുകൾ റെഗുലറായി തന്നെ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? സ്കൂളിന്റെ പഠനത്തെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. ഈ കുട്ടികളെ മാറ്റി നിർത്തി എന്നതൊഴിച്ചാൽ ബാക്കി സ്കൂളിന്റെ അധ്യയനം സാധാരണ രീതിയിൽ തന്നെ തുടരുകയാണ്. ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എന്ത് നടപടി എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് നൽകിയത്.